വോട്ടുകൊള്ള ആരോപണത്തിൽ കർണാടക കോൺഗ്രസിൽ രൂക്ഷമായ ഭിന്നത. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിനെതിരെ രംഗത്തെത്തിയ കെ.എൻ. രാജണ്ണ മന്ത്രിസ്ഥാനം രാജിവെച്ചു. രാജണ്ണ അനാവശ്യമായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്ന് ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ വിമർശിച്ചു. വോട്ടർ പട്ടിക പുതുക്കിയത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണെന്നും ഇതേ വോട്ടർ പട്ടികയെ പാർട്ടി തള്ളിപ്പറയുന്നത് ശരിയല്ലെന്നുമായിരുന്നു കെ.എൻ. രാജണ്ണയുടെ പ്രസ്താവന. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് തത്സമയം. റഹീസ്, ഡൽഹിയിൽ വലിയ പ്രതിഷേധം, അത് ഇന്ത്യ സഖ്യത്തിന്റെ പുതിയ പ്രതിഷേധ കാഴ്ചയായി മാറുന്ന സമയം. അതേ ആരോപണം പക്ഷേ കർണാടകയിൽ കോൺഗ്രസിന് തിരിച്ചടിയാവുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ തർക്കമായി മാറുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വിവരങ്ങൾ? രാജണ്ണ മുഖ്യമന്ത്രിയെ കാണുന്നൊക്കെ നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ. പ്രജിൻ, ഡൽഹിയിൽ അത്രയും ഉജ്ജ്വലമായ ഒരു സമരം നടക്കുമ്പോൾ, പ്രതിപക്ഷ പ്രതിഷേധം നടക്കുമ്പോൾ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ പാളയത്തിൽ പട വലിയ തിരിച്ചടിയാവുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അത് സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യവ്യാപകമായി തന്നെ കോൺഗ്രസിനെ ഏറ്റവും അധികം ഇന്ന് പ്രതിരോധത്തിലാക്കുന്നതും കർണാടകയിലെ സഹകരണ മന്ത്രിയായിട്ടുള്ള രാജണ്ണയുടെ രാജിയാണ്. അത് പ്രധാനമായും ഹൈക്കമാൻഡ് ചോദിച്ചു വാങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൂടി വളരെ പ്രധാനമാണ്. കാരണം ഈ രാജണ്ണ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ആരോപണം വന്നതിനു ശേഷം അദ്ദേഹം ബാംഗ്ലൂർ സൗത്തിലെ മഹാദേവപുര എന്നുള്ള മണ്ഡലത്തിലെ ആരോപണമാണ് ഉന്നയിച്ചത്. സ്വാഭാവികമായും കർണാടക കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് പിന്തുണ ലഭിക്കുന്നത് കർണാടകയിൽ നിന്നാകും എന്നുകൂടി ഉദ്ദേശിച്ചായിരിക്കണം ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ആ ഒരു മണ്ഡലം തന്നെ എടുത്തു പഠിച്ചത്. അദ്ദേഹം നിരവധി മണ്ഡലങ്ങളുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അതിൽ ഈ മണ്ഡലം തന്നെ പരിശോധിക്കുമ്പോൾ ആ ഒരു പിന്തുണ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അത് വലിയൊരു നാണക്കേടിലേക്ക് കൂടി പാർട്ടിയെ കൊണ്ടുപോകുന്നുണ്ട്. ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ BJP ശ്രമിക്കുമ്പോൾ അതിന് കോൺഗ്രസ് വളം വെച്ച് നൽകുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ കർണാടകയിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത്, ഈ രാജണ്ണ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്, വോട്ടർ പട്ടിക നവീകരിച്ചത് കോൺഗ്രസിൻ്റെ കാലത്താണ്. അപ്പോൾ അതിലെന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ പാർട്ടിയാണ് അന്ന് കണ്ടെത്തേണ്ടിയിരുന്നത്. പാർട്ടി മെക്കാനിസമാണ്, പാർട്ടി മിഷനറിയാണ് അത് കണ്ടെത്തി കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് അതൊക്കെയും ഒഴിവാക്കേണ്ടിയിരുന്നത്. അപ്പോൾ തങ്ങളുടെ മൂക്കിൻ തുമ്പിൽ ഇത്തരത്തിലൊരു കാര്യം നടക്കുമ്പോൾ അനങ്ങാതെ ഇരുന്നിട്ട് പിന്നീട് ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പാർട്ടിക്കെതിരാണ്, അത് പാർട്ടിക്കെതിരായി വരും, പ്രതിച്ഛായയെ ബാധിക്കും എന്നൊക്കെയാണ് അദ്ദേഹം ഇന്നലെ ആരോപിച്ചിരുന്നത്. അദ്ദേഹം പ്രതികരിച്ചത് അതിന് പിന്നാലെ ചില MLA മാർ കൂടി അദ്ദേഹത്തിൻ്റെ പക്ഷം ചേർന്നതോടുകൂടിയാണ് കർണാടകയിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമായത്. പ്രത്യേകിച്ചും അതിനു പിന്നിൽ ചില ഗ്രൂപ്പിസത്തിൻ്റെ കാര്യം കൂടിയുണ്ട്. ഈ മന്ത്രി മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യയുടെ ഏറ്റവും അടുപ്പക്കാരനാണ്. മാത്രമല്ല ഈ DK ശിവകുമാറിന്റെ എതിർചേരി കൂടിയാണ്. അപ്പോൾ DK ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മന്ത്രിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു. അത് ഹൈക്കമാൻഡിനെ എത്തിച്ചത് DK ശിവകുമാർ ആണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ രാജണ്ണയുടെ വിഷയം വലിയ തോതിൽ കത്തുന്നു. പിന്നീട് പല MLA മാരും ഇത്തരത്തിൽ രാജണ്ണയോട് ചേർന്നു നിൽക്കുന്ന പ്രതികരണങ്ങളുമായി രംഗത്തെത്തുന്നു. ഇത് പാർട്ടിയുടെ പ്രതിച്ഛായ ബാധിക്കും, പാർട്ടിയുടെ സൽപ്പേരിനാണ് കളങ്കമുണ്ടാകുന്നത്, സർക്കാരിൻ്റെ സൽപ്പേരിന് കളങ്കമുണ്ടാകുന്നു എന്നുള്ള തരത്തിൽ പ്രതികരണങ്ങൾ വന്നതോടുകൂടി ഇരുചേരിയിലായി കോൺഗ്രസ് നേതാക്കൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ എതിർത്തും അനുകൂലിച്ചുമൊക്കെ അങ്ങനെ പ്രസ്താവന നടത്തുന്ന രീതിയിലേക്ക് കർണാടകയിലെ കാര്യങ്ങൾ മാറി. അതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെട്ട് മന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു. നിർബന്ധമായും രാജിവെക്കണമെന്ന് അറിയിച്ചു. അതിനു പിന്നാലെ മന്ത്രി എന്തായാലും രാജി എഴുതി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. ശേഷം മുഖ്യമന്ത്രിയെ കാണാനായി അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇന്ന് പ്രത്യേകിച്ചും കർണാടകയിൽ നിയമസഭയുള്ള ദിവസം കൂടിയായിരുന്നു. നിയമസഭ ആരംഭിച്ച ദിവസമാണ്, സമ്മേളനത്തിൻ്റെ കാലമാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇപ്പോൾ മന്ത്രി അവിടെ മുഖ്യമന്ത്രിയെ കാണാനിരിപ്പുണ്ട്. എന്തായാലും പാർട്ടിക്കെതിരെ ഇനി സംസാരിക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹം ഈ മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ പറഞ്ഞത്. തിരികെ വരുമ്പോൾ എന്താണ് പറയുക എന്നറിയില്ല. പ്രത്യേകിച്ച് BJP ഒക്കെ അദ്ദേഹത്തിന് വലിയ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും സപ്പോർട്ട് ലഭിക്കുന്നില്ല, പിന്തുണയില്ല, അദ്ദേഹത്തിൻ്റെ ആരോപണത്തിന് കഴമ്പില്ല എന്നതൊക്കെ BJP നേതാക്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തിരികെ വരുമ്പോൾ മുൻ മന്ത്രി എന്ത് പ്രതികരണം നടത്തും എന്നുള്ളത് ശ്രദ്ധേയമാകും. എന്തായാലും കർണാടകയിലെ ഈ വിഷയം കോൺഗ്രസിന് വലിയ നാണക്കേടുണ്ടാക്കുകയാണ് ചെയ്തത്. പ്രജിൻ, റഹീസ്, കർണാടകയിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിനകത്തെ ഈ വിഷയം ഇപ്പോൾ ചർച്ചയാകുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകും എന്ന പ്രഖ്യാപനമൊക്കെ നടത്തിയാണ്. അതിന് പിന്നാലെയാണ് മന്ത്രിസഭയിലെ ഒരു അംഗം തന്നെ ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിൽ അഭിപ്രായ ഭിന്നത, അതിൻ്റെ ഒരു തോത് എങ്ങനെയാണ്? ഈ മന്ത്രിസഭയ്ക്കകത്ത് തന്നെ മറ്റംഗങ്ങൾക്ക് ഈ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകളുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായമുണ്ടോ? ഒപ്പം തന്നെ കോൺഗ്രസ് പാർട്ടി കർണാടകയിൽ ഈ വിഷയത്തെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത്? പ്രത്യേകിച്ചും DK ശിവകുമാറിൻ്റെ ഒക്കെ പ്രതികരണവും ഒക്കെ തന്നെ ശ്രദ്ധേയമാണല്ലോ.
പ്രചരണത്തിൽ ഏറ്റവും പ്രധാനം മന്ത്രിസഭയിലെ പല മന്ത്രിമാരും രാഹുൽ ഗാന്ധിക്ക് ഇതുവരെ പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിട്ടില്ല. മന്ത്രിമാർ എതിർപ്പറിയിച്ച് വലിയ തോതിലൊന്നും ആരും അങ്ങനെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇതുപോലെ പ്രതിരോധത്തിലാക്കുന്ന വാക്കുകൾ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഈ മുതിർന്ന മന്ത്രിമാരുടെ കാര്യം എടുത്താൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ പല നേതാക്കൾക്കും ഇതിലൊരു എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് ലോക്സഭാ ഇലക്ഷനായിട്ടുള്ള വോട്ടർ പട്ടിക പുതുക്കൽ അവിടെ നടന്നിട്ടുള്ളത്. പാർട്ടിക്ക് കൃത്യമായ റോളുള്ള അല്ലെങ്കിൽ പാർട്ടി സംവിധാനമുള്ള താഴെത്തട്ടിൽ പാർട്ടിയുള്ള സ്ഥലം തന്നെയാണ് കർണാടക. കോൺഗ്രസിന് അത്രയധികം ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യാൻ ആളുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ പാർട്ടിയുടെ സർക്കാർ ഉണ്ടായിരിക്കുമ്പോൾ അവിടെ ഒരു ക്രമക്കേട് ഉണ്ടായാൽ അത് പാർട്ടിയുടെ കൂടി ബാധിക്കും, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കും. പാർട്ടി കൂടി ഇതിന് കൂട്ടുനിന്നു എന്ന് ജനങ്ങൾ കരുതും എന്നുള്ള ഒരു ചിന്ത, എന്നുള്ള ഒരു പ്രതീതി കർണാടകയിൽ ആകമാനമുണ്ട്. അതാണ് കോൺഗ്രസിലെ പല നേതാക്കളെയും ഇതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിലൊരു അന്വേഷണം നടന്ന് ക്രമക്കേട് കണ്ടെത്തിയാൽ അത് സർക്കാരിന് കളങ്കമുണ്ടാക്കും എന്നൊരു വിഭാഗം നേതാക്കൾ കരുതുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയെ ബാധിക്കുമെന്നും സിദ്ധാരാമയ്യ പക്ഷക്കാരായിട്ടുള്ള നേതാക്കളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ അനുകൂലിച്ച് രംഗത്തെത്താത്തത്. മറിച്ച് ഡി കെ ശിവകുമാർ വിഭാഗത്തിലുള്ള നേതാക്കൾ, മന്ത്രിമാർ ഒക്കെയും വലിയ തോതിൽ രാഹുലിന് പിന്തുണ അറിയിച്ച് എത്തിയിട്ടുണ്ട്. അവരൊക്കെയും ഒരു ഭാഗത്തായി നിലയുറപ്പിക്കുന്നു, മറ്റൊരു വിഭാഗം അപ്പുറത്ത് നിലയുറപ്പിക്കുന്നു. എന്തായാലും കർണാടകയിൽ നിന്ന് രാഹുൽ ഗാന്ധി പ്രതീക്ഷിച്ചത് വലിയ പിന്തുണയാണെങ്കിൽ കടുത്ത നിരാശയാണ് അവിടെ നിന്നുണ്ടാകുന്നത്. അത് വലിയ നാണക്കേടുമായി മാറിയിരിക്കുകയാണ് പ്രജിൻ. യെസ്, എന്തായാലും രാജനയുടെ തുടർ നീക്കങ്ങൾ അത് ഏത് രീതിയിൽ പോകുന്നു, ഇനി പാളയം മാറിപ്പോകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം. മുഹമ്മദ് റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത്.